ചെറിയൊരു സംശയം മറ്റേ ഭരണകൂടം. താങ്കൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ KSRTC-ല് എവിടെ? കാസർഗോഡ് പോലെ യൂണിയൻ ഇല്ലേ? ഫോറം ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ഒരു സംഘടന. അത് എന്തുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്? അത് ഇതിനകത്ത് കുറെ ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞൊരു ഭരണകാലത്ത് ശമ്പളം കിട്ടാത്തൊക്കെ നിരവധി പ്രശ്നങ്ങൾ വന്നപ്പോ ശമ്പളം മുടങ്ങിയിട്ട് പോലും ഒരു ട്രേഡ് യൂണിയൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കഴിയണ്ടേ? ഇവർ കിട്ടുന്നുണ്ടോ? അല്ല, ആർക്കുമില്ല, ജീവനക്കാർക്ക് ആർക്കും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിന് വേണ്ടി കൂട്ടായ്മ, ഒരു ജീവനക്കാരുടെ കൂട്ടായ്മ, രാഷ്ട്രീയ ഭേദമന്യേ കൂട്ടായ്മ രൂപീകരിച്ചു. ഇതൊരു ഏതൊരു പാർട്ടിയാണല്ലോ ഇത്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഹൈക്കോടതി സമർപ്പിച്ചു. ആ ഹൈക്കോടതി സാർ, ഞങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുള്ള ചെറിയൊരു ചോദ്യം. ഈ പദ്ധതിയോട് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ യോജിക്കുകയാണ്. ഈ സൗജന്യങ്ങളൊക്കെ കൊടുക്കണം, കാരണം അത് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഈ ജീവനക്കാർക്ക് ഞങ്ങളുടെ ശമ്പളവും ഞങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കിട്ടുമോ? കാരണം 10 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് DA, അതായത് ഈ നാട്ടിലെ വിലവർദ്ധന ഒന്നും ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ 1% പോലും DA തന്നില്ല. ലാസ്റ്റ് 10 വർഷം കഴിയുമ്പോൾ ഇപ്പൊ, അതായത് 10 വർഷത്തെ ഒരു വിലയല്ല ഇപ്പൊ ഒരു സാമാനത്തിന് ഇപ്പോൾ ഉള്ളത്. അപ്പൊ 10 വർഷം ഇപ്പൊ ഭരണം തീരാറായപ്പോൾ വെറും 7% DA ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ ഇതേ മാർക്കറ്റിൽ നിന്ന് അരിയും പഞ്ചാരിയും വാങ്ങിച്ച് ജീവിക്കുന്ന ജീവനക്കാരല്ലേ. അപ്പൊ ഞങ്ങളെയും കൂടി ഇതിന്റെ ഭാഗമായിട്ട് സംരക്ഷിക്കുവോ, ഞങ്ങളുടെ ജീവനും കൂടി ഉറപ്പ് തരണമെന്ന് ഞങ്ങൾ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. 10 വർഷം ഇതൊന്നും ലഭിക്കാത്തത് കൊണ്ടാണല്ലോ ഈ ഭരണമാറ്റം ഉണ്ടായത്. തീർച്ചയായിട്ടും അതൊക്കെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തായിരിക്കും ഭരണം മുമ്പോട്ട് പോവുക. ഞാനതിന് ഉത്തരം പറയേണ്ട ഒരാളല്ല സുഹൃത്തെ. ഞാനതിന് ഒരു മിനിറ്റ് ഞാനതിന് ഉത്തരം തരേണ്ട ആളല്ല, കൺസേൺഡ് ആളല്ല. പക്ഷെ എനിക്ക് അവരിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കും. തീർച്ചയായിട്ടും താങ്കളുടെ കൺസേൺ ഞാൻ എത്തിക്കാം. നമുക്കൊരു മന്ത്രി CP ജോണിനെ പിടിച്ചുകൂടെ കൊണ്ടുവരാം. കഴിഞ്ഞ 10 വർഷം